നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തേങ്ങയുടെ വില കുത്തനെ ഇടിഞ്ഞു. കേരളത്തിലെ കർഷകർക്ക് പ്രതിസന്ധി രൂക്ഷമാകുന്നു. തേങ്ങയുടെ വിലയിലുണ്ടായ കുത്തനെയുള്ള ഇടിവ് സംസ്ഥാനത്തെ നാളികേര കർഷകരിൽ വീണ്ടും ആശങ്ക ഉളവാക്കുന്നു. ഒരു മാസത്തിനുള്ളിൽ തേങ്ങയുടെ വില ക്വിൻ്റലിന് 1500 രൂപ കുറഞ്ഞു. അതേസമയം കൊപ്ര വില 3650 രൂപയാണ് കുറഞ്ഞത്. 15 മാസത്തിനിടെ ഇതാദ്യമാണ് ഒരു കിലോ തേങ്ങയുടെ വില കിലോഗ്രാമിന് 50-ൽ താഴെയാകുന്നത്. വ്യാഴാഴ്ച വില കിലോഗ്രാമിന് 48 ആയിരുന്നു. കൊപ്രയുടെ നിലവിലെ വില ക്വിൻ്റലിന് 15600 രൂപയാണ്. ഇതിനനുസൃതമായി വെളിച്ചെണ്ണ വിലയും കുറയാൻ തുടങ്ങി. ഇപ്പോൾ ക്വിൻ്റലിന് 28000 ആണ്. വിലയിടിവ് ഉപഭോക്താക്കൾക്ക് ആശ്വാസം നൽകുന്നുണ്ടെങ്കിലും തേങ്ങയുടെ വില മിനിമം താങ്ങുവിലയേക്കാൾ താഴെയാകുമെന്ന് കർഷകർ ഭയപ്പെടുന്നു. വിളവെടുപ്പ് സീസണിൽ വരവ് വർദ്ധിച്ചതാണ് വിലയിടിവിന് കാരണമെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും കേരളത്തിൽ ഇതുവരെയും വിതരണത്തിൽ വലിയ വർധനവൊന്നും ഉണ്ടായിട്ടില്ലെന്ന് വ്യാപാരികൾ ചൂണ്ടിക്കാട്ടുന്നു. വിലയിടിവിന് ശേഷം വിപണികളിൽ തേങ്ങയുടെ വരവ് ഗണ്യമായി കുറഞ്ഞു. എന്നിരുന്നാലും വില തുടർച്ചയായി കുറയുന്നതിൻ്റെ കാരണം വ്യക്തമല്ലെന്ന് വ്യാപാരികൾ പറയുന്നു. ഫെബ്രുവരി ആദ്യം ഇളം തേങ്ങ ക്വിൻ്റലിന് 6800 രൂപയായിരുന്നു. അതേസമയം കൊപ്ര ക്വിൻ്റലിന് 19250 രൂപയായിരുന്നു. തിരഞ്ഞെടുപ്പിന് മുമ്പ് തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളിൽ വെളിച്ചെണ്ണ വില കുറയ്ക്കാനുള്ള ശ്രമങ്ങൾ തേങ്ങയുടെ വില കുറയാൻ കാരണമായതായും ആരോപണമുണ്ട്. 15 മാസത്തെ നല്ല വിലകൾ. ഏകദേശം 2.5 വർഷത്തെ കടുത്ത ഇടിവിന് ശേഷം 2024 സെപ്റ്റംബർ മുതൽ തേങ്ങയുടെ വില വീണ്ടെടുക്കാൻ തുടങ്ങി. ആ വർഷം ഡിസംബറോടെ ഇളം തേങ്ങയുടെ വില കിലോയ്ക്ക് 50 കടന്നു. കൊപ്ര വില ക്വിൻ്റലിന് 16000-ന് മുകളിൽ ഉയർന്നു. അതിനുശേഷം വിലകൾ ക്രമാനുഗതമായി ഉയർന്നു. 2025 ജൂണിൽ ഇളം തേങ്ങയ്ക്ക് കിലോയ്ക്ക് 78 രൂപ വരെയും വിലയിട്ടപ്പോൾ കൊപ്ര വില ക്വിൻ്റലിന് 26000 കടന്നു. 2025-ൽ ഉടനീളം കർഷകർക്ക് നല്ല വില ലഭിച്ചു. എന്നിരുന്നാലും ഈ വർഷം ഫെബ്രുവരി മുതൽ ഈ പ്രവണത തിരിച്ചു വരാൻ തുടങ്ങി. മാർച്ചോടെ ഇളം തേങ്ങയുടെ വില കിലോയ്ക്ക് ഏകദേശം 50 കുറഞ്ഞു. ചില എണ്ണ മില്ലുടമകൾ തേങ്ങാ സംഭരണം മനഃപൂർവ്വം കുറച്ചതായി ചില വ്യാപാരികൾ സൂചിപ്പിക്കുന്നു. കൃത്രിമമായി ആവശ്യകത കുറച്ചുകൊണ്ട് വില കുറയ്ക്കാനുള്ള തന്ത്രത്തിൻ്റെ ഭാഗമാണിതെന്നും സംശയമുണ്ടെന്ന് കർഷകർ പറയുന്നു. തമിഴ്നാട്ടിൽ തേങ്ങയുടെ വില കിലോയ്ക്ക് 45 കുറഞ്ഞു. കാങ്കയം വിപണിയിൽ കൊപ്രയുടെ വില ക്വിൻ്റലിന് 15200 രൂപയാണ്. കർഷകർ നഷ്ടം ഭയപ്പെടുന്നു. തേങ്ങയുടെ വില കിലോഗ്രാമിന് 50 രൂപയിൽ താഴെയാകുമ്പോൾ കർഷകർ ഗുരുതരമായ തിരിച്ചടികൾ നേരിടാൻ തുടങ്ങും. വില ഉയർന്നപ്പോൾ തെങ്ങ് കയറുന്നതിനും തൊലി കളയുന്നതിനും മറ്റ് അനുബന്ധ കാർഷിക ജോലികൾക്കുമുള്ള ചെലവ് ഗണ്യമായി വർദ്ധിച്ചു. തൽഫലമായി മുൻകാലങ്ങളെ അപേക്ഷിച്ച് കൃഷിച്ചെലവ് വർദ്ധിച്ചു. തേങ്ങയുടെ വില അനുകൂലമായിരുന്നപ്പോൾ ഈ ഉയർന്ന കൂലി ഒരു പ്രശ്നമായിരുന്നില്ല എന്ന് കർഷകർ പറയുന്നു. എന്നിരുന്നാലും വില കുറയുമ്പോൾ കൂലി കുറയുന്നില്ല. ഇത് ഒടുവിൽ തെങ്ങ് കൃഷി ലാഭകരമല്ലാതായേക്കാം. തേങ്ങയുടെ വില നോക്കിക്കഴിഞ്ഞാൽ 2024 ഡിസംബറിൽ 52 രൂപയായിരുന്നു വില. എന്നാൽ 2025 ജൂണിൽ അത് 78 രൂപയായിട്ട് വർദ്ധിച്ചു. എന്നാൽ 2025 ഡിസംബറിൽ 53 രൂപയായിട്ട് അത് കുറഞ്ഞു. 2026 മാർച്ചിൽ അത് 49 രൂപയായിട്ട് വീണ്ടും കുറഞ്ഞു. തേങ്ങയുടെയും വെളിച്ചെണ്ണയുടെയും വില കുറഞ്ഞത് ജനങ്ങൾക്ക് ആശ്വാസമായെങ്കിലും കർഷകർ ആകെ അങ്കലാപ്പിലാണ്. അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.